ലൈംഗിക ചൂഷണം ചെറുക്കുന്നതിനിടെ അത് ഓടി രക്ഷപ്പെട്ട കുഞ്ഞിനെ അതിക്രൂരമായി കുളത്തിൽ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ജോജോ തെളിവെടുപ്പിനിടയിൽ പറഞ്ഞത്. കനത്ത പോലീസ് സന്നാഹത്തിലായിരുന്നു തെളിവെടുപ്പിന്റെ വിശദാംശങ്ങളുമായി അശ്വിൻ ബാലായി തൃശ്ശൂരിൽ ചേർന്നു. ആദ്യം ദൃശ്യങ്ങളിൽ അശ്വിൻ ബാലായി തൃശ്ശൂരിൽ. അശ്വിൻ, കേൾക്കുമ്പോൾ തന്നെ അങ്ങേയറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു ക്രൂരതയാണ്. തെളിവെടുപ്പിനിടെ വലിയ ജനരോഷമുണ്ടായെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് തെളിവെടുപ്പിനിടെ പരിശോധിച്ചത്? പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. നാട്ടുകാരുമൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു രംഗമാണ് ഈ തെളിവെടുപ്പിനിടെ ആ വീടിന് സമീപത്തുണ്ടായത്. പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാരുടെ പ്രതിഷേധം പോയി എന്നുള്ളതാണ് നമുക്കവിടെ കാണാനായത്. ഏകദേശം 1 മണിയോടുകൂടിയാണ് മാള പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതിയുമായുള്ള പോലീസ് സംഘം ഈ സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോൾ വലിയ ജനരോക്ഷമാണ് ഉണ്ടായത്. ഈ പ്രതിക്കെതിരെ ആളുകൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. ഇയാളെ ഒരു ഘട്ടത്തിൽ തല്ലാനുള്ള ശ്രമത്തിലേക്ക് വരെ നാട്ടുകാരുടെ നീക്കങ്ങളൊക്കെ എത്തി. എന്തായാലും പോലീസ് 100-ലധികം പോലീസുകാരാണ് ഈ പ്രതിക്ക് വലയം തീർത്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോലീസിനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും സ്ത്രീകളും കുട്ടികളും അടക്കമാണ് ഈ പ്രതിക്കെതിരെ വലിയ പ്രതിഷേധവുമായി എത്തിയത്. അപ്പോഴും ഒരു 6 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയതിൻ്റേതായ യാതൊരു കുറ്റബോധവും ഇയാളുടെ മുഖത്തില്ലായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാനാവുന്നതായിരുന്നു. ആ കുട്ടിയെ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് എന്താണ് ഇന്നലെ ഉണ്ടായത് എന്ന് അയാൾ കൃത്യമായി തന്നെ പോലീസിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 2 തവണയാണ് ഇയാൾ ആ ചെളി നിറഞ്ഞ കുളത്തിലേക്ക് കുട്ടിയെ കഴുത്തിൽ കാല് ചവിട്ടിത്താഴ്ത്തിയത്. ആദ്യ ഘട്ടത്തിൽ അത് കുട്ടി ഉയർന്നു വന്നു. അത് കണ്ടതോടെ വീണ്ടും ആ ചെളി നിറഞ്ഞ കുളത്തിലേക്ക് കുട്ടിയെ ചവിട്ടിത്താഴ്ത്തി മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. ഇതെല്ലാം പോലീസിനോട് വിശദമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്നുകൂടി ആ പൊതുസ്ഥലത്ത് വെച്ച് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ പോലീസിനോട് അയാൾ വ്യക്തമാക്കുകയും ചെയ്തു. 6 വയസ്സുകാരനാണ്. ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് അതിനെ എതിർത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് തനിക്ക് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തെളിവെടുപ്പ് വലിയ ജനരോഷത്തിനിടെയും പൂർത്തിയാക്കി അയാളെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി മറ്റ് നടപടികളിലേക്ക് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി പോലീസ് ഇന്ന് കോടതിയിലേക്ക് പ്രതിയെ കൈമാറും. പിന്നീട് മറ്റ് നടപടികളിലേക്ക് കോടതിയാണ് കടക്കുക. ഒപ്പം ഈ 6 വയസ്സുകാരൻ്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അല്പസമയത്തിനകം മൃതദേഹം മാളയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും. സുഹൈൽ. അശ്വിൻ പാലായാണ് വിശദാംശങ്ങൾ നൽകിയത്. ജീവന് വേണ്ടി പിടഞ്ഞ് കുളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോഴൊക്കെ കാലുകണ്ട് ചവിട്ടി താഴ്ത്തി മരണമുറപ്പിക്കായിരുന്നു ആ നരാധമൻ.